നമസ്കാരം. ഞാനിന്ന് വളരെ ഹാപ്പിയാണ് കേട്ടോ. എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരമായി മാറുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു ആശ്വാസമായി അല്ലെങ്കിൽ ഒരു സാന്ത്വനമായി നമ്മൾ മാറുമ്പോൾ അത് വലിയ സന്തോഷം. യാതൊരു പ്രതിഫലവും മേടിക്കാതെ നമ്മളങ്ങനെ മാറുമ്പോഴാണ് സന്തോഷം കൂടുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു. മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ തലനീരിറക്കം മാറാനായിട്ട് കാർപ്പസസ്ത്യാദി തൈലം ഇട്ട് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. ആ കൊച്ചിത് കണ്ട് അതിൻ്റെ അമ്മനോട് പറഞ്ഞു കൊടുത്തു. അമ്മക്ക് തലനീരിറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാർപ്പസസ്ത്യാദി തൈലം ഇട്ട് കുളിച്ച് അതിൻ്റെ അമ്മയുടെ തലനീരിറക്കമൊക്കെ മാറി അങ്കിളേ എന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ്. പക്ഷെ അതിനൊരു സങ്കടവും കൂടി ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, തലനീരിറക്കം മാറിയെന്നുണ്ടെങ്കിലും കാലിൽ നീര്, അതുപോലെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എറണാകുളത്തിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെയിലിലൊക്കെ നീര് വീണേക്കണേന്ന്. അപ്പോൾ അതുകൊണ്ട് സർജറി വേണം. അപ്പോൾ ഇത് കേട്ടിട്ടാണ് എന്നെ വിളിക്കണത്. അപ്പോൾ അങ്കിളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഹോസ്പിറ്റലിൽ പോകണ്ട, ഒന്നും ചെയ്യണ്ട, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു ഏട്ടാ. എന്നിട്ട് ഞാൻ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അമ്മ എപ്പോഴാണ് കുളിക്കണേന്ന് ചോദിച്ചു. എണ്ണ ഇട്ടിട്ട് ഏത് സമയത്താണ് കുളിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് കുളിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ആ കുളി ആദ്യം ഒഴിവാക്കാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം എണ്ണയിട്ടുള്ള കുളി പാടില്ല. ഈ നീർക്കെട്ടെല്ലാം വരുന്നത് അതുമൂലം തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കുളി രാവിലെ വെക്കുക, എണ്ണയിട്ടുള്ള കുളി രാവിലെ വെക്കുക. പിന്നെ ഞാനൊരു മരുന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കേട്ടാ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ടർപ്പൻറ്റൈൻ ഓയിൽ. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നീർക്കെട്ടിൽ തന്നെ വരുന്നതാണത്. അപ്പോൾ ഈ നീരുള്ള ഭാഗത്ത് ടർപ്പൻറ്റൈൻ ഓയിൽ പുരട്ടുക. ഒരു ദിവസം ഒരു 3 പ്രാവശ്യം പുരട്ടാൻ പറഞ്ഞു. എന്നിട്ട് ഒരു നേരം ചൂടുവെള്ളം ഒഴിക്കുകയോ അത് ചൂട് പിടിക്കുകയോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളെ നമ്മുടെ നീരൊക്കെ മാറി. ഭയങ്കര സന്തോഷമായി. പിന്നെ ചോദിച്ചതേ, നീര് മാറിയെങ്കിലും ഈ ടർപ്പൻറ്റൈൻ ഓയിൽ എല്ലാ ദിവസവും ഇടണമെന്നാണ് ചോദിച്ചത്. ഞാൻ നീര് മാറിയെങ്കിൽ ടർപ്പൻറ്റൈൻ ഓയിൽ ഇടണ്ട. കാരണം ടർപ്പൻറ്റൈൻ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നീർക്കെട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നീർക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഉളുക്കോ, അതുപോലെ തന്നെ ഇപ്പോൾ ചെസ്റ്റ് വിലങ്ങുക, അതുപോലെ തന്നെ ചിലർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും, ഈ മസിലിൽ നീര് വീണിട്ട് മസിൽ പിടിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇരുന്ന് ജോലി എടുക്കുന്നവർക്കും ദൂരയാത്ര കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആ പെയിനുള്ള ഭാഗത്ത് ടർപ്പൻറ്റൈൻ ഓയിൽ പുരട്ടുക. എന്നിട്ട് ചൂട് പിടിച്ചാൽ മതി, ആ നീര് വലിച്ചെടുക്കും അത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇടണ്ട. അപ്പോൾ ഇത് മാറിയ സ്ഥിതിക്ക് ഇനി ഇടണ്ട, ഇനി നീർക്കെട്ട് വന്നണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വലിയൊരു സന്തോഷമായി ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞാൽ അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ടർപ്പൻറ്റൈൻ ഓയിൽ ഏട്ടാ, നീർക്കെട്ട് മാറാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇത്തരം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. ഈ ടർപ്പൻറ്റൈൻ ഓയിൽ എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും ഏട്ടാ, ചോദിച്ചാൽ മതി. അപ്പോൾ ചെറിയൊരു എമൗണ്ടേ വരുള്ളൂ ചെറിയ കുപ്പിക്ക് ഏട്ടാ. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക. ഓക്കെ, നല്ലൊരു ദിനം. ഇന്ന് ഞായറാഴ്ച രാവിലെയാണ്. ഞാൻ കലൂർ സെൻറ്റ് ആൻ്റണീസ് പള്ളിയുടെ മുമ്പിലാണ് ഇപ്പോൾ വണ്ടിയായിട്ട് കിടക്കണത് ഏട്ടാ. ഇവിടെ ഒരു സുഹൃത്ത് വരാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് കിടക്കണേണ്. അപ്പോൾ പള്ളിയുടെ മുമ്പിൽ വെച്ചാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തേക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും തമ്പുരാൻ്റെ കൃപ ഉണ്ടാകട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങണേ കേട്ടാ. അപ്പോൾ എൻ്റെ കൂടെ ആരാന്ന് നോക്കിക്കോ, അല്ല ജെ കുറ്റിക്കാട്, നമ്മുടെ പ്രിയപ്പെട്ട ചങ്ക് സുഹൃത്താണ് ഏട്ടാ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങണേണ്. അപ്പോൾ അടുത്ത സന്തോഷവുമായി അടുത്ത ദിവസം. ഓക്കെ.